ഇന്ന് നടക്കാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ജാസ്മിൻ സ്വന്തം കാര്യത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ ഗബ്രി പോയതിന് ശേഷം ഒരു 100 വട്ടം പറഞ്ഞൊരു കാര്യമാണ്, ഇനി വരാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിന് മുന്നായിട്ട് ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോകും. കാരണം അവനില്ലാതെ എനിക്കിവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ തന്നെയാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ ഗബ്രി ഇല്ലാതെ എനിക്ക് പറ്റാതെയായി. ഈ ഒരു സാഹചര്യത്തിൽ ഗബ്രി ഇല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി നിൽക്കാനോ ഗെയിമുകൾ കളിക്കാനോ സാധിക്കില്ല. എനിക്കൊന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടുമ്പോൾ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനോ തീർച്ചയായിട്ടും ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച അവൻ തിരിച്ചു വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകും, ക്വിറ്റ് ചെയ്ത് പുറത്തു പോകുമെന്നുള്ള കാര്യം ജാസ്മിൻ ഉറപ്പിച്ച് ഒരുപാട് പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ ഒരാഴ്ച പറഞ്ഞതാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ശ്വേതാമേനോനും സാബുമോനും ഒക്കെ പറഞ്ഞതനുസരിച്ച് ഗബ്രി വീട്ടിലെത്തി എന്നുള്ള കാര്യം ഏകദേശമൊക്കെ ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഹിൻറ്റും കാര്യങ്ങളൊക്കെ ജാസ്മിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഇനിയും നല്ല രീതിയിൽ കളിക്കണമെന്നൊക്കെ പറയാതെ പറഞ്ഞു കൊടുത്തു ശ്വേതയും അതുപോലെ തന്നെ സാബുമോനും. പക്ഷേ ജാസ്മിൻ അതൊട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹോട്ടൽ ടാസ്കിൻ്റെ ഇടയിൽ റോബോട്ടിൻ്റെ വേഷം ചെയ്തിരുന്ന ജാസ്മിനെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള റസ്മിൻ ആക്രമിച്ചതും അതുപോലെ തന്നെ റസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ആക്ഷനൊക്കെ ജാസ്മിനെ നല്ല രീതിയിൽ മെൻ്റലി വീക്കാക്കിയിട്ടുണ്ട്. അതിനുശേഷം റസ്മിന് ഒട്ടും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഫിസിക്കൽ അസോൾട്ടാണ് ചെയ്തത്. സ്പോട്ട് എവിക്ഷൻ ചെയ്ത് പറഞ്ഞു വിടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് റസ്മിനെയും ജാസ്മിനെയും ബിഗ് ബോസ് ഒന്നിച്ച് വിളിപ്പിച്ചത്. പക്ഷേ ജാസ്മിൻ പറഞ്ഞത് എനിക്ക് റസ്മിൻ ഇവിടെ വേണം, അവളെ പറഞ്ഞു വിടരുത്. അതുകൊണ്ട് തന്നെയാണ് റസ്മിൻ ഈ ഒരു ആഴ്ചയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. പക്ഷേ ജാസ്മിന് വേണ്ടി തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ റസ്മിനെ അവിടെ പുറത്തേക്ക് വിടാതെ ജാസ്മിൻ അവിടെ സേവ് ചെയ്ത് വെച്ചത്. കാരണം ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഗെയിം കളിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും ഒരു ഇമോഷണലായിട്ട് വീക്കായി പോയി കഴിഞ്ഞാൽ കരഞ്ഞ് പിഴിഞ്ഞ് ഉറങ്ങാനായിട്ടൊരു തോള് വേണം. അത് ഒന്നില്ലെങ്കിൽ ഗബ്രി അല്ലെങ്കിൽ റസ്മിൻ ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ. ഗബ്രി എന്തായാലും പുറത്തു പോയ സാഹചര്യത്തിൽ റസ്മിന് കൂടി ഇല്ലാത്ത ബിഗ് ബോസ് ഹൗസ് തീർച്ചയായിട്ടും ജാസ്മിന് ഒരു ജയില് പോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പൊട്ടിക്കരയാനോ അല്ലെങ്കിൽ തൻ്റെ ഇമോഷൻസിനെ പങ്കുവയ്ക്കാനോ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാനോ റസ്മിന് കൂടി ഇവിടെ വേണം എന്ന് തോന്നൽ കൊണ്ട് തന്നെയാണ് റസ്മിനെ ആ ഒരു സമയത്ത് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടും സേവ് ചെയ്ത് വെച്ചത്. എന്തൊക്കെയായാലും ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ അതിനെപ്പറ്റി ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു പണിഷ്മെൻറ്റ് തീർച്ചയായിട്ടും റസ്മിന് അതിനോടനുബന്ധിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടും. എന്തൊക്കെയായാലും ജാസ്മിൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യത്തിൽ തന്നെയാണ്. ജാസ്മിൻ തന്നെ, ബിഗ് ബോസ് അല്ല. എന്ന് വെച്ചാൽ ജാസ്മിൻ 100 വട്ടം പറഞ്ഞൊരു കാര്യമാണ്, ഇന്നത്തെ ആഴ്ചയിൽ ഗബ്രി വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകും, അവനില്ലാതെ എനിക്കിവിടെ കളിക്കാനായിട്ട് സാധിക്കില്ല. എന്തായാലും ജാസ്മിൻ കാത്തിരിക്കുകയാണ് ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതും കാത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഗബ്രി ഒരിക്കലും വരില്ല. പുള്ളി ഇപ്പോൾ വീട്ടിലെത്തി പുള്ളിയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും നമുക്ക് നോക്കാം ജാസ്മിൻ എന്ത് തീരുമാനമാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം എടുക്കുക എന്നുള്ളത്. മെൻ്റലി വീക്കാകുമോ അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഗെയിമിലേക്ക് വരുമോ, നല്ല രീതിയിലുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് മുന്നിലേക്ക് വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. താങ്ക് യു.